ഇതെന്താ സംഭവം? ഭഗവാൻ ഇത് ആരുടെ തലയിൽ കയറി നിന്നാ ഡാൻസ് ചെയ്യുന്നത്? എന്താ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു ദിവസം ഭഗവാൻ വൃന്ദാവനത്തിൽ തൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വെള്ളത്തിലൊക്കെ ഓടിയും ഒളിച്ചു കളിച്ചും തൊട്ട് കളിച്ചും അങ്ങനെ എന്ത് രസമുള്ള കളികളായിരുന്നെന്നറിയാമോ? കൂട്ടുകാരെ, നിങ്ങൾ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാറുണ്ടോ? കളിക്കാൻ സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടുമ്പോഴൊക്കെ കളിക്കണം കേട്ടോ. അങ്ങനെ ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ മുന്നിൽ കണ്ട പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് കൂട്ടുകാരന് ക്ഷീണം വന്ന് അവിടെ ഇരുന്നു. എന്താ പറ്റിയതെന്നറിയാൻ ഭഗവാൻ പുഴയിലേക്ക് ഇറങ്ങി ചെന്നതും അതാ പുഴയിൽ ഒരു വലിയ പാമ്പ്. പാമ്പിനെ കണ്ട് ഭഗവാൻ പാമ്പിനോട് ചോദിച്ചു, നീ ആരാണ്? നീയാണോ ഈ പുഴയിൽ വിഷം കലർത്തിയത്? കേട്ട പാമ്പ് അഹങ്കാരത്തോടെ പറഞ്ഞു, അതെ, ഞാൻ തന്നെ. എൻ്റെ പേര് കാളിയൻ എന്നാണ്. ഞാൻ ഈ പുഴയിൽ നിറയെ വിഷം കലർത്തും. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? തൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും വെള്ളം കുടിക്കുന്ന പുഴയിൽ വിഷം കലർത്തിയ കാളിയനോട് ഭഗവാന് ക്ഷമിക്കാൻ കഴിയുമോ? ഇല്ല. കാളിയനെ ഭഗവാൻ വല്ലാതെ തല്ലി അവൻ്റെ അഹങ്കാരം കുറച്ചു. അവസാനം അടികൊണ്ട് വല്ലാണ്ടായപ്പോൾ കാളിയൻ പറഞ്ഞു, ഭഗവാനെ, എന്നോട് ക്ഷമിക്കൂ. അറിവില്ലാതെ ഞാൻ ചെയ്തു പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ പുഴയിൽ വിഷം കലർത്തില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്ന് പറഞ്ഞു കാളിയൻ എങ്ങോട്ടോ ഓടിമറഞ്ഞു. ഇത് കണ്ട കൂട്ടുകാരെല്ലാവരും ഭഗവാനുമായി വീണ്ടും കളിക്കാൻ തുടങ്ങി.